അതായത് നമ്മള് ഈ മഹ്സാമിനിയുടെ വിഷയമേ വളരെ യെസ്. കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പെൺകുട്ടി എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ആലോചിച്ച് നോക്കിക്കേ. മുടി കണ്ടു, തലമുടി കണ്ടുപോയി. അതോ വേറൊരു നാട്ടിൽ നിന്ന് ഒന്ന് യാത്ര ചെയ്ത് വന്നതാണേ. അപ്പോ അവരെ യഥാർത്ഥ രൂപത്തിൽ തട്ടമിട്ടില്ല, തലമുടി മറച്ചില്ല. മത പോലീസിന്റെ കസ്റ്റഡിയിൽപ്പെട്ടി പെൺകുട്ടി വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. മൂക്ക് മുറിക്കുന്നു, തലമുടി മുറിക്കുന്നു, അടിവയറ്റിൽ ചവിട്ടുന്നു. വളരെ ക്രൂരമായി ഇതിനെ ചവിട്ടിയും മെതിച്ചും അതിനെ കൊന്നു. എന്നിട്ട് ഈ മഹ്സാമിനിയുടെ സഹോദരൻ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന, മതം പഠിപ്പിക്കുന്ന, ഇവര് അദബ് എന്നാ പറയാ, മതചിട്ട പഠിപ്പിക്കുന്ന ഒരു റൂമുണ്ട്. ആ മുറിക്കകത്ത് കൊണ്ടുപോയി ഈ പെൺകുട്ടിയെ അടിക്കുന്നതും ഇടിക്കുന്നതും മതചിട്ട പഠിപ്പിക്കുന്നതും ഒക്കെ ആ ഒരു മുറിയുടെ പുറത്ത് നിന്നിട്ട് ഈ മഹ്സാമിനിയുടെ സഹോദരൻ കാണുവാണ്. അയാൾ വാവിട്ട് നിലവിളിക്കുക. അതിന്റെ മൂന്നിൻ്റെന്നാണ് ഈ പെൺകുട്ടി മരിക്കുന്നത്, കൊല്ലപ്പെടുന്നത്. തലമുടി മറച്ചില്ല. അല്ല, സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള കരാറാണ് ഇതൊക്കെ. അത് സൃഷ്ടാവൊന്നും നോക്കത്തില്ല. മഹ്സാമിനി ഇനിയിപ്പോ തലമുടി മറച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു ശിക്ഷിക്കുമെന്ന് ഇവർക്കങ്ങ് വിചാരിച്ചാൽ മതി. ഇപ്പോ ഒരു വർഷം കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ മഹ്സാമിനിയുടെ 1-ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ച് ഇറാൻ ജനത വീണ്ടും ഖുർആാനും ഹദീസും ഒക്കെ കൂട്ടിയിട്ട് കത്തിക്കുകയും അവരുടെ ഹിജാബുകൾ, പർദ്ദകൾ, ഇസ്ലാമിക ഗ്രന്ഥങ്ങളൊക്കെ വലിച്ചു കീറി ആ തീയിലിട്ട് കത്തിക്കുമായിരുന്നു ചെയ്തത്. പ്രതിഷേധങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായ ജാഗ്രതാ നിർദ്ദേശവും സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് ഈ കത്തിക്കരിഞ്ഞ ഇബ്രാഹിം റൈസിയും ടീമും ഏർപ്പാട് ചെയ്തത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 16-ാം തീയതിയാണ് മഹ്സാമിനി കൊല്ലപ്പെടുന്നത്. ഇപ്പോ തല മൂടുന്ന ഒരു ശിരോവസ്ത്രം ധരിക്കാത്ത കുറ്റത്തിന് ഈ മഹ്സാമിനിയെ പിടികൂടുന്നു. മത പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കെ തലയ്ക്കടിയേറ്റും അടിവയറ്റിന് തൊഴി കിട്ടിയും ഈ 22-കാരിയായ ഈ പെൺകുട്ടി കൊല്ലപ്പെടുന്നു. കുടുംബം ആരോപിക്കുന്നു ഇവര് കൊന്നതാണ്. പക്ഷെ ആരോട് പറയാൻ? അധികാരികളല്ലേ ചെയ്തത്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ പോലീസ് ഒരു നിരപരാധിയെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഉരുട്ടിക്കൊന്നാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന്റെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ഒരു ശനിയാഴ്ച രാവിലെയായിരുന്നു. അങ്ങനെ മകളുടെ ദുഃഖാചരണത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ മഹ്സാമിനിയുടെ പിതാവിനെ ഇബ്രാഹിം റൈസിയുടെ പോലീസ് കൊണ്ടുപോയി. അത് വിവാദമായി. വീണ്ടും ഇറാൻ ജനത രംഗത്തിറങ്ങി നീതിക്ക് വേണ്ടി. അങ്ങനെയാണ് വിട്ടയക്കുന്നത്. അനുസ്മരണ പരിപാടികളും നടത്താതിരിക്കാൻ വേണ്ടി ഭരണകൂടം കുടുംബത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തി. മഹ്സാമിനിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരാളും വരരുത് എന്നുള്ള രൂപത്തിൽ അധികൃതർ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു. മരിച്ചിട്ട് പോലും, ഇവര് ക്രൂരമായി കൊന്നിട്ട് പോലും ആ പെൺകുട്ടിയോട് ഇവര് കാണിക്കുന്ന അനീതി എത്രമാത്രം ഭീകരമാണ്. ഇവരാണോ നാളെ മരിച്ചു പോകുന്നത് പ്രതീക്ഷിക്കുന്നവര്? ഇവരാണോ സ്വർഗവും നരകവും പരലോകവും ഒക്കെ പ്രതീക്ഷിക്കുന്ന ആളുകള്? മഹ്സാമിനിയുടെ മരണത്തെ തുടർന്ന് വ്യാപകമായ പ്രതിഷേധങ്ങൾ ഇറാനിൽ അരങ്ങേറി. തെരുവിലിറങ്ങിയ സ്ത്രീകൾ ശിരോവസ്ത്രങ്ങൾ കീറിയെറിഞ്ഞ് പൂർണ്ണ നഗ്നരായി. ഈ അലി ഖൊമേനിയുടെ ചിത്രമടക്കമായിരുന്നു അവർ പ്രതിഷേധങ്ങളിൽ കൊണ്ടുവന്നത്. മാസങ്ങൾ നീണ്ടു പ്രക്ഷോഭങ്ങൾ. ഇറാൻ ജനത എന്ന് പറഞ്ഞാൽ, ഇറാനിലെ സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പോലെയൊന്നുമല്ല. വെടിയുണ്ടയ്ക്ക് മുന്നില് നെഞ്ചും വിരിച്ചു നിൽക്കും. കൊല്ലട, ഡു ഓർ ഡൈ. ഒന്നുകിൽ ഞങ്ങൾക്ക് നീതി കിട്ടണം, ഞങ്ങൾക്ക് മനുഷ്യന്മാരെ പോലെ ജീവിക്കാൻ കഴിയണം, അല്ലെങ്കിൽ നിറയൊഴിക്കടാന്നാ പറയാ. എന്നിട്ട് ഒറ്റ ദിവസം തന്നെ കൊല്ലപ്പെട്ടത് 551 പേരാണെന്ന് ഇവർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ എത്രയോ ഇരട്ടി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2000 ആളുകളെ അറസ്റ്റ് ചെയ്തു എന്ന് ഇവര് പറയുമ്പോൾ എത്രയോ 2000 പേരെ ഇവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മഹ്സാമിനിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ചിട്ട് ഇറാന് മേൽ കൂടുതൽ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും യൂറോപ്യൻ യൂണിയനും മുന്നോട്ട് വരുന്നു. കാരണം ഇവർ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നു എന്നാണ് ജോ ബൈഡനും യൂറോപ്യൻ യൂണിയനും പറഞ്ഞത്. ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊന്നു എന്ന് മാത്രമല്ല, അതിനോടും അതിന്റെ വീട്ടുകാരോട് അതിന് നീതി പുലർത്തുന്നില്ല. അതിന് കൊല്ലപ്പെട്ടിട്ടും നീതി കിട്ടുന്നില്ല. അതിന്റെ വീട്ടുകാരെയും ക്രൂരമായ രൂപത്തിൽ ഇവര് ബുദ്ധിമുട്ടിപ്പിക്കുകയും ഈ മഹ്സാമിനിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിക്കാൻ പോലും വിടാതെ അതിന്റെ പേരില് പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത ആളുകളെ കൂട്ടമായി കൊന്നതുകൊണ്ട് ഇവരോട് ചോദിക്കുന്നു, ഇറാന്റെ മനുഷ്യത്വം എവിടെ നിൽക്കുന്നു എന്നാ ജോ ബൈഡൻ ചോദിച്ചത്. മനുഷ്യാവകാശങ്ങൾക്കായി പോരാടുന്ന ഇറാനിലെ ജനങ്ങൾക്കൊപ്പമാണ് അമേരിക്ക എന്ന് അന്ന് ബൈഡൻ പറഞ്ഞു. ഇറാന്റെ സ്വേച്ഛാധിപത്യ ഭരണാധികാരിയോടൊപ്പമോ
അവരുടെ ആ ഭരണത്തോടൊപ്പമോ അല്ല ഞങ്ങൾ നിൽക്കുന്നത്. അമേരിക്കയുടെ നടപടിയെ തമാശ എന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രി വിശേഷിപ്പിച്ചത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മതനിയമങ്ങൾ അത് നടപ്പിലാക്കാനുള്ളതാണ്. മതനിയമങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും ശരി, അതിനെ 6-ാം നൂറ്റാണ്ടിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാകട്ടെ പറ്റാത്തതാകട്ടെ, അതിനെ അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കണം എന്ന് വാദിക്കുന്ന ഒരു വിഭാഗമാണ് ഇവര്. ഇസ്രായേൽ ജനത എന്ത് ചെയ്തിട്ടാണ് ഇറാനോട്? ഹമാസ് ആണ് ഇസ്രായേലിനെ കയറി അങ്ങോട്ട് അടിച്ചത് എന്ന് ആർക്കാണ് അറിയാത്തത്? പക്ഷേ നമ്മുടെ നാട്ടിൽ അവർക്കും ഒരു സ്പേസ് കിട്ടുന്നു. ആലോചിച്ചു നോക്കണം നമ്മുടെ നാടിന്റെ ഒരു ദുർഗതി എവിടെ എത്തി നിൽക്കുന്നെന്ന്. ഹമാസ് നേതാവായ വ്യക്തിക്ക് ഒരു വിർച്വൽ മീറ്റിംഗിൽ പങ്കെടുക്കാൻ നമ്മുടെ നാട്ടിൽ ഒരു അവസരം കിട്ടുവാണ്. എവിടെ? അതും മലപ്പുറത്തിന്റെ മണ്ണിൽ തന്നെ. ലോകത്തുള്ള സകലമാന രാജ്യങ്ങളും ഹമാസ് തീവ്രവാദികളെ ഭീകരരായി കണ്ടപ്പോൾ നമ്മുടെ നാട്ടിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനി നമ്മൾ ആലോചിക്കണം 1921 കലാപം എന്തിനു വേണ്ടിയായിരുന്നു? തുർക്കിക്ക് വേണ്ടിയായിരുന്നു. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിനെ ഒന്നും നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇറാന്റെ ഈ പരമോന്നത നേതാവിനു വേണ്ടി നമ്മുടെ നാട്ടിലും ഒരു ഹർത്താലൊക്കെ നടക്കുമായിരുന്നു. നാളെ ഇവര് വിശുദ്ധ ഹർത്താൽ പ്രഖ്യാപിക്കുമായിരുന്നു. എന്നിട്ട് കുറെ കടകളും കുറെ വീടുകളും കുറെ വാഹനങ്ങളും ഒക്കെ അട്ടിച്ച് നിരത്തി നശിപ്പിച്ച് എന്നിട്ട് ഇവര് വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് ഞങ്ങൾ ഇറാനോടൊപ്പമാണെന്ന് പറയുമായിരുന്നു. ഇറാൻ ഇത് അറിയത്തുപോലുമില്ല. ഇപ്പോ എന്തിനു വേണ്ടിയായിരുന്നു 1921 ഇവിടെ ഇത് സംഭവിച്ചത് എന്നറിയുന്നതിന് മുമ്പ് ഈ തുർക്കിയും ഇന്ത്യയും തമ്മിൽ എന്താണ് ബന്ധം? ഒന്നുമല്ല, മുറിയന്മാർ, അത്രേ ഉള്ളൂ. കാരണം ലോകത്തുള്ള സകലമാന മുറിയന്മാരും ഞങ്ങളുടെ സ്വന്തക്കാരാണ് എന്ന് ചിന്തിക്കുന്ന മലപ്പുറത്തെ അതല്ലെങ്കിൽ കേരളത്തിലെ കുറച്ചു തുക്കടാച്ചി മുസ്ലിങ്ങളുണ്ട്. അപ്പൊ അവര് 1921 ഒന്നും കൂടി ഞങ്ങൾ ആരംഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടും. ആ വീഡിയോ എന്തെങ്കിലും ഞാൻ കാണിച്ചു തരാം. അതായത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക, ഖിലാഫത്ത് ഭരണം. അതായത് പ്രവാചകൻ ഇസ്ലാമിന്റെ നേതാവാണല്ലോ. അപ്പൊ ഇസ്ലാമിക ഭരണമാണ് പ്രവാചകൻ മുന്നോട്ട് വെച്ചിരുന്നത്. ഖിലാഫത്ത്, ഖലീഫയുടെ ഭരണം. അപ്പോ ലോക മുസ്ലിങ്ങൾക്ക് മുഴുവനും ഓരോ കാലഘട്ടത്തിലായി ഖലീഫമാരുണ്ടാകും. 1-ാം ഖലീഫ അബൂബക്കർ, 2-ാം ഖലീഫ ഉമർ, 3-ാം ഖലീഫ ഉസ്മാൻ, 4-ാം ഖലീഫ അലി, ഇങ്ങനെ. അതിനുശേഷം കുറച്ച് ഉമവിയ ഭരണം, പിന്നെ അബ്ബാസികൾ, അത് കഴിഞ്ഞിട്ടാണ് ഓട്ടോമൻ തുർക്കികൾ വരുന്നത്. 1-ാം ലോക മഹായുദ്ധത്തിന് തിരികൊളുത്തുന്ന സമയത്ത് തുർക്കി സാമ്രാജ്യം നിന്നത് ജർമ്മനിക്കൊപ്പം ബ്രിട്ടന്റെ എതിർപക്ഷത്തായിരുന്നു. അതുകൊണ്ട് ബ്രിട്ടന്റെ അണ്ടറിലുള്ള എല്ലാ മുസ്ലിങ്ങളും ധർമ്മസങ്കടത്തിലായി. പക്ഷെ യുദ്ധത്തിൽ ബ്രിട്ടനും കക്ഷികളും ജയിച്ചാലും തുർക്കി ഖലീഫയുടെ സ്ഥാനത്തിനോ മഹത്വത്തിനോ ഒരു ക്ഷതവും സംഭവിക്കില്ല എന്ന് ബ്രിട്ടൻ വാക്ക് നൽകി. പക്ഷെ യുദ്ധം കഴിഞ്ഞപ്പോ തുർക്കി സാമ്രാജ്യത്തിന്റെ പതനമായിരുന്നു. അങ്ങനെ ബ്രിട്ടനും കൂട്ടരും ഖലീഫ സ്ഥാനം റദ്ദാക്കി. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിലെ നിയമം ഇന്ന് നടപ്പിലാക്കണമെന്ന് വിചാരിച്ചാൽ കഴിയുന്ന കാര്യമില്ല. തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർ അതിനെയൊക്കെ വലിച്ചെറിയത്തേ ഉള്ളൂ.